കിടക്കുന്നില്ലേ? ആ കിടക്കണം. നിങ്ങൾ കിടന്നോ, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് കിടന്നതാ. അല്ലാത്ത തലവേദന, ഇച്ചിരി കാറ്റൊക്കെ കൊണ്ടിട്ട് കിടക്കാം. തലേണേ നേരത്തെ പോയി കിടന്നുറങ്ങാം. എടാ ഞാൻ കിടന്നോളാന്ന് പറഞ്ഞില്ലേ. ഗുളിക കഴിച്ചാ? ആ ഗുളിയെല്ലാം കഴിച്ചു. ഞാൻ ഇച്ചിരി 5 മിനിറ്റ് ഇവിടെ ഇരിക്കട്ടെ. അതൊരു ചൂട് പട്ടിയും പൂച്ചയൊക്കെ ചൂട് പരിപാടി ജില്ലാ തലത്തിൽ തന്നെ ഒരു ഓളം ഉണ്ടാക്കിയില്ലേ? ആ ആ പിന്നെന്താ നാളെ നാളെ നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ കണക്കെല്ലാം അവതരിപ്പിക്കാം. ഓക്കേടാ, ഓക്കെ ഓക്കെ. അപ്പുറത്ത് ആളുണ്ടാളിയാ? എൻ്റെ ആളിയോ, എൻ്റെ ഇത്രയും വർഷത്തെ രാഷ്ട്രീയ ജീവിതത്തിനിടയിൽ ഇത്രയും ഗംഭീരമായൊരു പരിപാടി, ജനസാഗരം, ജനപ്രളയമായിരുന്നു. ആണല്ലേ? അയ്യോ, യശ്വന്ത് സഹായി കണ്ണും നിറഞ്ഞ് ഇങ്ങനെ കണ്ടിട്ട് നിന്റെ സാഗരം തുളുമ്പിപ്പോണ്ടല്ലോ കരുതിട്ടേ. ഔ, നീ വന്ന് നോക്കണേ അവിടെ, നീ വരാനുള്ള ആയിരുന്നു കളിയാ. എന്ത് കൊടുത്തു വന്നവർക്ക്? എന്ത് കൊടുത്തു? എല്ലാം ലാവിഷായിട്ട് കൊടുത്തിട്ട് എന്തോ 500 ബിരിയാണി, ചിക്കൻ ബിരിയാണി. പൈസ കൊടുത്തു? പൈസ ഇത് കേന്ദ്രത്തിന്റെ പരിപാടിയല്ലേ, കേന്ദ്രം അവിടുന്ന് ഫണ്ട് അനുവദിച്ചില്ലേ. അതെ, അത് നമ്മൾ ഇവിടുത്തെ കാര്യങ്ങൾ വരുമ്പോ ഇതിപ്പോ കേന്ദ്രം ഇടപെട്ടുകൊണ്ട് എല്ലാ കാര്യങ്ങളും ഉഷാറായിരുന്നു. ഭയങ്കര പരിപാടിയായിരുന്നു. കഴിച്ചാലേ? പിന്നെ ഫുഡൊക്കെ അവിടെ ഉണ്ടായിരുന്നു, ലാവിഷ് ഫുഡായിരുന്നു. പാർട്ടിയും എല്ലാം കഴിഞ്ഞ് ഇനി നാളെ ഇനി ബാക്കി പരിപാടികൾ ഇനി കിടക്കണം. ഇനിയാണ് തലവേദന. ഇതെല്ലാം ഇനി കണക്ക് അവതരിപ്പിക്കല്, കാര്യങ്ങൾ കണക്കിലൊക്കെ അവതരിപ്പിക്കും. കണക്ക് അവതരിപ്പിക്കും. അതിപ്പോൾ നമ്മൾ പാർട്ടി കേന്ദ്രത്തിൻ്റെ ഫണ്ടാണെങ്കിലും പൈസ നമ്മൾ കണക്ക് കാര്യങ്ങളൊക്കെ നിരത്തണം. അങ്ങനെയാണ്. നീ കഴിച്ചല്ലേ? ഞാൻ കഴിച്ചു. കിടക്കാൻ പോണു. ശരിയല്ലേ, ഗുഡ് നൈറ്റ്. ആ താക്കോൽ കേട്ടേ? കർത്താവേ, ഭയങ്കര ക്ഷീണം. അയ്യോ, വെള്ളൊക്കെ ഇവിടെ അവൻ്റെ കൂടെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നീ ഇന്നലെ തന്നെ കൊണ്ടുവരുമെന്ന് പറഞ്ഞ പോയത്. എല്ലാരും നിനക്കറിയാലോ ഇവിടെ ഉണ്ടാകുന്ന യുദ്ധം എന്തുവാണെന്നുള്ളത്. എനിക്കതൊന്നും കേൾക്കട്ടെ. അൻസാറ് നടരാനൊന്നും വിചാരിച്ചാൽ സാധിക്കത്തില്ല. പിള്ളേരറിയാതെയാണ് ഞാൻ എടുത്ത് തന്നത്. പറയുന്നത് അത് പോയെന്നാണ് എന്റെ നിനക്കറിയാലോ എന്റെ സ്വഭാവം. കുറയൂലിന്റെ സ്വഭാവം ഞാനും ഉണ്ടല്ലോ. വിളക്കില്ല നിന്നെ ഒരു പോള കണ്ണടച്ചില്ല. നിനക്കറിയാമോ അതിന്റെ വില നിനക്ക് അറിഞ്ഞൂടാ. അതുകൊണ്ടാ പ്ലീസ്. പ്ലീറ്റസേ, പ്ലീറ്റസേ, അല്ല ഞാൻ ഇപ്പൊ ഇങ്ങോട്ട് വന്നതേ ഉള്ളു. എന്താ എന്നെ വിളിക്കാൻ? വിളിക്കാൻ തുടങ്ങുമായിരുന്നു. അല്ല ക്ലീറ്റസ്, ക്ലീറ്റസ് അല്ല ക്ലീറ്റസ് ആണ് ഇപ്പൊ അങ്ങോട്ട് പോയത്. ഒരു മിന്നായം പോലെ ഞാൻ കണ്ട്. എന്തോ അപ്പൊ ക്ലീറ്റോനെ കണ്ടിട്ട്? അല്ല എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. അപ്പൊ വിളിക്കായിരുന്നില്ലേ കണ്ടെങ്കിൽ? ഒരു നല്ല കാര്യത്തിന് പോണ ആളിനെ എന്തിനാണ് പുറകെ വിളിക്കുന്നത് വിചാരിച്ചു. എപ്പോ വരുമെന്ന് അറിയാമോ നിനക്ക്? ക്ലീറ്റ പോരാൻ അമ്മ ഇരിക്കും. എന്താ അമ്മ ക്ലീറ്റോനെ കണ്ടിട്ട് ആവശ്യം? അല്ല ഒരു കാര്യം പറയാനുണ്ടായത്. അത് ഞാൻ പറഞ്ഞോളാം. ഞാൻ പറഞ്ഞോളാം. എന്ത് പറയാൻ എന്നോട് പറഞ്ഞോ? അതെന്താ എന്നോട് പറയാൻ? അല്ല പറയുകയൊക്കെ ചെയ്യാം. നീ ഒരു കാര്യം ചെയ്യും. എപ്പോ വരുമെന്ന് നിനക്കറിയാമോ? പൈസ വല്ലതും മേടിച്ചോ? എന്റെ പൈസ ഒന്നും വാങ്ങിച്ചൊന്നുമില്ലല്ലോ. എനിക്കൊരു വിവരം ഒന്നും അറിയണമായിരുന്നു. വേറെ എന്തോ കള്ളത്തരം ഉണ്ട്. ഒന്നുമില്ല ഒന്നുമില്ല.
നേര് അതാണ്. ഏ? നീ ആ ഫോണിൻ്റെ അടുത്തൊന്ന് വിളിച്ചാണ് എനിക്കൊരു കാര്യം അറിയാനാ. എന്താണ് വിളിച്ചത്? കാര്യം പറയാൻ പറ്റുമോ? അറിയില്ല ദൈവമേ എൻ്റെ കാര്യം ഇനി എങ്ങനെ ആരോട് ഇതാണ്ട് ഞാൻ പറഞ്ഞിട്ടാണ് വിളിക്കുന്നതെന്ന് നീ പറയണ്ട. ഉണ്ട്. അയ്യോ അടുക്കളയിൽ ഇത് എടുക്കണില്ലല്ലോ അമ്മേ. എടുക്കണില്ല. ഒരു മിനിറ്റ് ഒന്നും കൂടി വിളിച്ചു നോക്കാം. അമ്മേ